പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ്. ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1201 ചിങ്ങമാസം 30 അതായത് 2025 സെപ്റ്റംബർ മാസം 15 ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. കന്നിയിൽ ബുധന് അത്യുച്ചമാണ്. കന്നി 15 ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി, അത്യുച്ചമാണ് കന്നി 15. ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുകൊണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട്. പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല. ബുധൻ കേവലം 18 ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക. പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല. ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ്. ഗാംബ്ലറാണ് ബുധൻ. ഊഹക്കച്ചവടം, ലോട്ടറി, ഷെയർ മാർക്കറ്റിംഗ്, ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ 18 ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ്. മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു. മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ. ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ 7ാം രാശിയായ മീനം രാശി. മീനം 15 ബുധൻ അതിനീചത്തെ ഉണ്ടാക്കുന്നത്. ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം? ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ബുധൻ ദുർബലമായാൽ, നീചസ്ഥനായാൽ, മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക. അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും, മോശമായിരിക്കും. പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ. ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ. ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത്. അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ബുധൻ ഉച്ചസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ട്ഫുള്ളായി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ശേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു. ഈ 18 ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ്. പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശ്രീരാമാദ്യ അവതാര വിഷ്ണു രുദ്രക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി, അല്ലെങ്കിൽ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം, ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം. ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം. ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം, അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മേടൻ രാശി എന്നാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു? 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശത്രുഭാവത്തിലാണ് നിൽക്കുന്നത്. മേടത്തിൽ നിന്നും ബുധൻ 6ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ശത്രുഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത്. ഒന്ന് 3ാം ഭാവം, മറ്റൊന്ന് 6ാം ഭാവം. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബലവാനായ ബുധനാണെന്ന് നിങ്ങൾ അറിയണം. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉപജയ രാശിയിലാണ് നിൽക്കുന്നത്. ഉപജയം എന്നാൽ വർധനവിനെ ഉളവാക്കുന്നു. ഇവിടെ 2 വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ 3ാം ഭാവാധിപത്യമുണ്ട്. എന്താണ് 3ാം ഭാവം?
തൻ്റെ ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരങ്ങൾ, പരാക്രമങ്ങൾ, തൻ്റെ സഹായികൾ, ഇതൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരത്തിൽ മൂന്നാം ഭാവാധിപത്യമുള്ള ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുർബുദ്ധി നന്നായി പ്രവർത്തിക്കും, പരാക്രമം നന്നായി പ്രവർത്തിക്കും, സാഹസികത നന്നായി പ്രവർത്തിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹായികളും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമൊക്കെ തനിക്ക് ശത്രുവായിട്ട് വരുന്ന സമയമാണ് ഈ 18 ദിവസക്കാലം. മറ്റു പ്രധാനപ്പെട്ട വിഷയം തൻ്റെ പ്രിയപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക, രേഖാസംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാകുക, കോർട്ടിൽ പോകേണ്ടി വരിക, തൻ്റെ വിലപ്പെട്ട പാസ്പോർട്ട് നഷ്ടപ്പെടുക, യാത്രയിൽ വിലപ്പെട്ട ആഭരണങ്ങൾ നഷ്ടപ്പെടുക, ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി ബാഗിലും മറ്റ് സ്ഥലങ്ങളിലും മറന്നു പോവുക, എന്നിട്ട് അതിൻ്റെ പിറകെ ഓടേണ്ടി വരിക എന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ബുധനുണ്ടാകും. മനസ്സിൻ്റെ ബാലൻസാണ് ബുധൻ. പെട്ടെന്ന് ഓർമ്മക്കുറവ് വരിക, അല്ലെങ്കിൽ മറന്നു പോവുക, എന്നിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുക, എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരിക. ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ മേടൻ രാശിക്കാർക്ക് സംഭാവ്യമാകും. ആറിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ്. അശത്രുഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കൾ ഉണ്ടാകില്ല. നാസ്തി ശത്രുഹു യസ്യ സഹ. ഇദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകില്ല. പക്ഷേ പലപ്പോഴും ആറിലെ ബുധൻ ശത്രുക്കളെ സൃഷ്ടിക്കും. ഇവിടെ ബുധൻ ബലവാനാണ്. അതിനാൽ ശത്രുക്കളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ആറിൽ ബുധൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കുക. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യദീനാം രോധോ നിലാനാം ബുധേ സദ്വയേന അപഹാരോ നിധീനാം ബലാദ് അർത്ഥക സംഭവേ ശത്രുഭാവേ. ബലാദ് അർത്ഥകൃത്, ബലാത്കാരേണ ധനം ലഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഭീഷണിയിലൂടെ കാശൊക്കെ കിട്ടും. ചില ബ്രോക്കർമാരൊക്കെ തങ്ങൾ കബളിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ വളരെ ശക്തമായത് പിടിച്ചു വാങ്ങും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരാക്രമം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞു. നിധികൾ തനിക്ക് ലഭിക്കും. പലപ്പോഴും പല നിക്ഷിപ്തമായ ധനങ്ങളൊക്കെ ലഭിക്കുക. ശത്രുക്കൾ തനിക്ക് തടസ്സമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആറിൽ ബുധൻ നിൽക്കുമ്പോൾ. വായു സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കാം, ഒരു യതികളുടെ പ്രബോധമുണ്ടാക്കാം. ഇതൊക്കെ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിർബന്ധമായും സുദർശന പുഷ്പാഞ്ജലി, പാനകം, തുളസിമാല നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുക. ഇവിടെ നന്നായി മനസ്സിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന മന്ത്രം. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ. പാനകം ചെയ്യുമ്പോൾ ശത്രുദോഷങ്ങളൊക്കെ നശിക്കും. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു 18 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.